ഇരുട്ട പൂർണ്ണമായും ഇരുട്ട് വീണ് തുടങ്ങിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നിറങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന നഗരത്തിലൂടെയാകും ഈ ബാക്കി ഘോഷയാത്ര പോവുക. അങ്ങനെയെങ്കിൽ അതൊരു അഴകാണ്, ഒരു അഴകുള്ള കാഴ്ചയാണ് എന്നുള്ളതാണ്. അത് ഈ നേരിട്ട് കാണുന്നവർക്കും അതല്ലാതെ നമ്മൾ പരമാവധി നമ്മൾ ദൃശ്യങ്ങളിലൂടെ എടുക്കാൻ കൂടി ശ്രമിക്കും. അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച അതിനോടൊപ്പം തന്നെ ചേർന്ന് വരികയും ചെയ്യുക. അത് അത്തരത്തിലുള്ള കാഴ്ചയ്ക്ക് കൂടി ഒരു അല്പസമയം കൂടി കാത്തിരുന്നാൽ ആ നിലയിൽ പൂർണ്ണമായും ഇരുട്ട് വീണ് നഗരം ഈ ദീപാലങ്കൃതമായ ഒരു നഗരത്തിനെ കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അപ്പോഴും ഈ ഘോഷയാത്ര എത്ര ഇരുട്ടിയാലും സമാപിക്കാനുള്ള സാധ്യത നമ്മൾ നിലവിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിനൊപ്പം തന്നെ കൃത്യമായ അച്ചടക്കത്തോടു കൂടിയാണ് ഘോഷയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ റോഡിന് ഇരുവശവും നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് പരമാവധി പ്രശ്നങ്ങളൊന്നുമില്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഇത് കടന്നു പോകുന്നുണ്ട്. അപ്പോഴും ഈ കാലതാമസം എന്തെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഘാടന വീഴ്ചയല്ല, മകരം അത് സംഘാടന മികവാണ്. കാരണം അത്രയധികം ഫ്ലോട്ടുകളെ, അത്രയധികം ക്രമീകരണങ്ങളെ, അത്രയധികം കലാരൂപങ്ങളെ ഒക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് കവടിയാറിൽ നിന്ന് മറ്റേ അറ്റത്തേക്കായ കിഴക്കേക്കോട്ടയിലേക്ക് സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം പല വഴികളിൽ നിന്ന് പല കാഴ്ചകളായി നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. അത് ഏതൊക്കെ കാഴ്ചകൾ, സാംസ്കാരിക കേരളവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ, സംസ്കാര വകുപ്പുകളുമായി, വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫ്ലോട്ടുകളും ആ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കലാരൂപങ്ങൾ, കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ അന്യ സംസ്ഥാന, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ കലാരൂപങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള ആയോധന കലകൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി നിലവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കാഴ്ചകൾ, ഇങ്ങനെ പല കാഴ്ചകൾ, അതിമനോഹരമായ പല കാഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിങ്ങനെ കടന്നു പോകുന്നതേയുള്ളൂ. ഏറ്റവും അവസാനത്തെ പ്ലോട്ട് മാനവീയം, അതായത് അതിൻ്റെ ഫ്ലാഗ് ഓഫ് പോയിന്റ് കടക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ഇപ്പോഴും ഒരു നിശ്ചയവുമില്ല. ഇപ്പോൾ 4 മണിക്ക് ഫ്ലാഗ് ഓഫ് നടത്തിയതാണ്. ചടങ്ങുകളെല്ലാം പൂർത്തിയായി 4:20 തന്നെ ഈ ഫ്ലാഗ് ഓഫ് പൂർത്തിയായതാണ്. അതിനുശേഷം കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി ഈ ആദ്യത്തെ പോയിന്റ് പോലും കടന്നിട്ടില്ല. ഈ ഫ്ലോട്ടുകൾ ആദ്യത്തെ പോയിന്റ് പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കൺമുൻപിൽ നിന്നുള്ള യാഥാർത്ഥ്യം. അത് വളരെ ക്രിയേറ്റീവായി തന്നെ ഓരോ കാഴ്ചകളും ഓരോ നമ്മുടെ മുൻപിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് സംസ്കരണത്തിന്റെ മാതൃക വിളിച്ചോന്ന നിലയിൽ ഹരിതകർമ്മസേനയുടെ ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ വരുന്നത്. അത് ഹരിതകർമ്മസേന ശേഖരിച്ച പാഴ്വസ്തുക്കൾ മാത്രം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലോട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അത്തരത്തിൽ എങ്ങനെ ഈ വളരെ മോശപ്പെട്ട് കിടന്ന അങ്ങേയറ്റം ഉപയോഗശൂന്യമായ മാലിന്യങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഈ പ്ലാസ്റ്റിക് പുനരുപയോഗത്തിൻ്റെതുൾപ്പെടെയുള്ള സന്ദേശം നൽകുന്ന നിലയിലുള്ള ഒരു ഫ്ലോട്ട് ഒരുക്കിയിരിക്കുകയാണ്. ആ മാലിന്യങ്ങൾ മാത്രം ശേഖരിച്ചുകൊണ്ടൊരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഫ്ലോട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വശത്ത് പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്നും ഒരു മനോഹരമായ ഒരു ശില്പം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഹരിതകർമ്മസേനയുടെ ഫ്ലോട്ടായി നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത്. അതിന് തൊട്ടുപിറകിൽ സർവേ ഭവന്റെ ഫ്ലോട്ട് കടന്നു വരുന്നുണ്ട്. ഒപ്പം വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകൾ ഇങ്ങനെ നിരനിരയായി കടന്നു വരികയാണ്. ഓരോന്നോരോന്നായി നമ്മുടെ മുൻപിലൂടെ കടന്നു പോവുകയാണ്. VIP പവലിയനിൽ ഉൾപ്പെടെ വിവിധ ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ കാണാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിത്ത്, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കലാരൂപങ്ങൾ എത്താനുണ്ട് ഈ പ്രധാനപ്പെട്ട മാനവീയം വീഥിയിലെ ആ പ്രധാന സ്ഥലത്തേക്കെന്നാണ് സലിം മാലിക്ക് നൽകുന്ന വിവരം. മണിക്കൂറുകൾ എത്ര കഴിഞ്ഞാലാണ് ഇനി ഏറ്റവും പുറകിലുള്ള കലാരൂപമൊക്കെ ഇവിടെ എത്തുക എന്ന് പറയാൻ കഴിയുന്നില്ല. അത്രമാത്രമുണ്ട് ഇതിൻ്റെ ഒരു നീളം, അല്ലെങ്കിൽ ഈ ഘോഷയാത്രയുടെ മറ്റേ അറ്റം എന്നാണ് സലിം മാലിക് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വളരെ രസകരമായ, നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന, നമുക്ക് ആസ്വദിക്കാൻ വക നൽകുന്ന ഒരുപാട് കലാവിഭവങ്ങളാണ് ഇത്തവണത്തെ ഓണാഘോഷ വാരാഘോഷ സമാപന ഘോഷയാത്രയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.